ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ ഒന്നും ചെയ്യാതെ നമുക്ക് എങ്ങനെ ഒരു അബായ അല്ലെങ്കിൽ ഒരു ഫ്രോക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു കുർത്തിയാക്കി ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വായിച്ച സിമ്പിളായ മെത്തേഡാണ്. സ്റ്റിച്ചിങ് അറിയാത്തവർക്കൊക്കെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ വന്നിട്ടൊരു അബായാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു അബായ എടുത്തിട്ട് നിങ്ങൾക്ക് ഫ്രോക്കൊക്കെ നമുക്ക് കുറച്ച് ഇറക്കമല്ല ഫ്രോക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു കുർത്തിയാക്കിയിട്ടൊക്കെ ഡിസൈൻ ചെയ്യാമല്ലോ. അപ്പോൾ ഞാനൊരു അബായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഞാൻ അബായയുടെ ഇറക്കം ഒന്ന് കുറക്കുകയാണ്. കാരണം അബായ നല്ല ഇറക്കത്തിലായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഒരു അളവെടുത്തിട്ട് നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതിനനുസരിച്ചിട്ട് അളവെടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ഒരു 45 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഒരു ഇഞ്ച് തയ്യൽ തുമ്പും ചേർന്നിട്ട്, കാരണം ഇത് നമുക്ക് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് നമ്മൾ വെട്ടുമ്പോൾ നമുക്കിത് മടക്കി അടിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 45 ഇഞ്ച് ഇറക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഷോൾഡർ വന്നിട്ട് 4 ഇഞ്ചാണ് നമ്മൾ നോർമലായിട്ട് എനിക്കൊക്കെ പാകത്തിന് എടുക്കാറുള്ളത്. അപ്പോൾ ഇതൊരു 4.5 ഇഞ്ചിൻ്റെ, പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അവിടെ വെട്ടിക്കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെയിം അളവിൽ അങ്ങ് വെട്ടിക്കൊടുത്തതിന് ശേഷം കൈ ജസ്റ്റ് ഒന്ന് മേലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ കൈ വന്നിട്ട് നല്ല ഫുൾ കൈ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിവശത്ത് ഒരു വെൽവെറ്റ് ക്ലോത്ത് ഉണ്ടായിരുന്നു, അതിൻ്റെ നൂല് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ പാകത്തിനുള്ള സ്ലീവ് ആയിക്കോളും. അങ്ങനെ ഞാനതൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ എത്രയാണോ കൈ വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ ഇനി ഇത് ഞാൻ അടി ഒന്ന് വെട്ടി പാകത്തിനുള്ള ഇറക്കാക്കി ഇനി ഞാൻ സെൻറ്ററിൽ നിന്ന് ഒരു 9 ഇഞ്ച് വിട്ടിട്ട് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഞാനൊരു ലുക്ക് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഒരു 20 ഇഞ്ച് മേലെ തൊട്ടിട്ട് ഞാനിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതാ 9 ഇഞ്ച് താഴെ വീതിയിലും മേലേക്ക് 20 ഇഞ്ചുമാണ് കൊടുത്തിട്ടുള്ളത് ഇറക്കം വന്നിട്ട്. അപ്പോൾ രണ്ട് വശത്തും ഞാനങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കൊരു ലുക്ക്, ഒരു കുർത്തീൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് അധികം സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് നമുക്ക് അങ്ങനെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, നമുക്ക് ആവശ്യത്തിന് ഒരു ടൈറ്റൊക്കെ ആക്കിയിട്ട്. ഇനി ഞാനൊരു അടപ്പെടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ച വെൽവെറ്റ് പീസ്, നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത വെൽവെറ്റ് പീസിന്മേ ഞാനൊരു പാത്രത്തിൻ്റെ ഡബ്ബ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം ഞാനിതൊരു ഫ്ലവർ ആക്കിയെടുക്കുകയാണ്. സിമ്പിളാണ്, നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച ഫ്ലവർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ സിമ്പിൾ, എനിക്ക് അധികം ഫ്ലവേഴ്സൊന്നും ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവർ, എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഫ്ലവറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനങ്ങനെ റൗണ്ടിലുള്ളത് തലപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം വലിച്ചു കൊടുത്താൽ മതി, സിമ്പിളാണ്. അതിന് ഞാനൊരു ബട്ടൺസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു ബ്ലാക്ക് തുണി വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുമേ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. അപ്പം ഞാൻ പർദ്ദേൻ്റെ ക്ലോത്ത് തന്നെ വെച്ചിട്ട് ഞാൻ അതുമേലെ ബട്ടൺസ് മേലെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു നൂല് വെച്ച് ചുറ്റിയതിന് ശേഷം വെട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലവർ മേലെ ഇത് വെച്ച് കൊടുക്കാം. നല്ല വർക്കൊക്കെ ഉള്ള അബായോ ഫ്രോക്കൊക്കെ ആണെങ്കിൽ നമുക്ക് സെയിം മെറ്റീരിയൽ നല്ല മുത്തുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ പർദ്ദമേൽ അധികം വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ബ്ലാക്ക് കളർ മാത്രമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഗോൾഡൻ കളറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ മുത്തുകളൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ മനസ്സിലുള്ള പോലെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ഫ്ലവർ മേലെ ഗോൾഡൻ കളറൊക്കെ വെക്കാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് വലിയ ഫ്ലവർ വേണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് വലിയ അടപ്പന്നെ എടുത്തതിന് ശേഷം ഞാനതൊന്ന് വരച്ചു കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് വലിയ ഫ്ലവർ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. സെയിം ഫ്ലവേഴ്സ് തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. നിങ്ങൾക്ക് നല്ല ഫ്ലവേഴ്സൊക്കെ അറിയെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ ഒരു സിമ്പിളായ ഫ്ലവറാണ്. പുറത്തുനിന്ന് വാങ്ങിച്ചാണെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം. ഇനി ഇതുമേലും കൂടി നമുക്ക് ബട്ടൺസ് വെച്ച് കൊടുക്കാം. ഷോ ബട്ടൺ ആണിത്, നമുക്കിങ്ങനെ സിമ്പിളായിട്ട് വാങ്ങാൻ കിട്ടാറുണ്ട് പുറത്തുനിന്നൊക്കെ കേട്ടോ. ഇനി നമുക്ക് ഇതുമേലെ ഒരു പീസ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി സെയിം അളവിൽ നമുക്കൊരു പീസ് വെട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ 2 ഇഞ്ച് വീതിയിൽ ഇതിൻ്റെ എത്രയാണോ നമ്മൾ ഇറക്കം എടുത്തത് അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ, നമുക്ക് കുറച്ച് മേലെ മുതൽ ഇറക്കം വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം, കുറച്ച് മാത്രം മതിയെങ്കിൽ അങ്ങനെയും വെച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 20 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പാകത്തിന് ഞാനൊരു മെറ്റീരിയലുമേ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അടിയിൽ നിന്ന് കട്ട് ചെയ്ത സെയിം പർദ്ദയുടെ മെറ്റീരിയലുമേയാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കണ്ട് 2 പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് സെയിം നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിങ്ങനെ സെൻറ്ററിലും 2 സൈഡിലും ആയിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതെന്ന്. ഇനി ഈ 3 മാർക്ക് ചെയ്ത് അവിടെയും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
നമ്മുടെ ക്ലോത്തിൽ വെച്ചിട്ട് തന്നെ നമ്മൾ സെയിം അളവിൽ അവിടെ തന്നെ വെച്ച് നമുക്ക് ഈ 3 മാർക്ക് ചെയ്ത 3 ഇതിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ സ്റ്റിച്ചിങ് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 3 സ്റ്റിച്ചാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സെൻറ്ററിലെ സ്റ്റിച്ചിന്മേൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സെൻറ്ററിൽ വെച്ച് നമ്മുടെ ബാക്കിൽ ഹുക്കൊക്കെ നമ്മൾ നല്ലോണം സ്റ്റിച്ചിങ് അറിയാത്തവർക്കൊക്കെ അറിയാം, നമ്മൾ ബാക്കിൽ ഹുക്കും ഒക്കെ വെക്കുന്ന ആ സെയിം മെത്തേഡാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഇത് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി, മടക്കി കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്ന, സ്റ്റിച്ചിങ് അറിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഒരുപാട് പണിയൊന്നുമില്ല, നമ്മൾ ഓപ്പണൊക്കെ തയ്ക്കണം അത്ര പണിയൊന്നുമില്ല. ഇപ്പം ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നമുക്കൊരു ലുക്കൊക്കെ കിട്ടും. ഒരു സിമ്പിളായിട്ടുള്ളതിന് പകരം ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്കൊരു ലുക്കൊക്കെ, ഒരു കുർത്തിയുടെ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കിയ വലിയ ഫ്ലവേഴ്സ് നമുക്ക് ഈ 2 സൈഡിക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് സൂചിയും നൂലും വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾ പർദ്ദമേൽ വേറെ ഏതെങ്കിലും കളറൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഫ്രോക്കിന് ഒക്കെ കളേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഫ്ലവറൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. ഇതിപ്പോൾ ഈ അബായമേൽ തന്നെ വേറെ കളേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സെയിം കളറിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ നല്ലോണം വലിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ ഒരു വൃത്തി ഇല്ലാണ്ട് നിൽക്കുള്ളൂ. നല്ലോണം എല്ലായിടത്തും നന്നായി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ 4 ഫ്ലവർ നമ്മുടെ കയ്യിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട്. അതിൽ 2 ഇഞ്ച് വീതിയിൽ നീളമൊക്കെ നമുക്ക് അളവെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അളവെടുക്കാം, പക്ഷേ നമ്മൾ കൈ ഇട്ടതിന് ശേഷമാണ് നമുക്ക് അളവെടുത്താലേ ഒന്നും കൂടി പെർഫെക്റ്റായി കിട്ടുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ നോക്കാം. അപ്പം ഞാനിങ്ങനെ 2 ഇഞ്ച് വീതിയിലുള്ള ഈ ക്ലോത്ത് ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് നമ്മൾ കയറൊക്കെ ബാക്കിൽ കയറൊക്കെ വെക്കുമ്പോൾ എല്ലാ മെത്തേഡിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിതിൻ്റെ കൈ വെച്ചതിന് ശേഷം കേട്ടോ ഇത് അളവെടുത്ത്, അപ്പോൾ നല്ല പെർഫെക്റ്റായി കിട്ടുന്നുള്ളൂ. അല്ലാതെ നമ്മൾ കയ്യിൽ വെക്കാതെ അളവെടുക്കുമ്പോൾ അത്രയും അങ്ങ് പെർഫെക്റ്റായി കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കൈ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഞാനിതാ വെച്ച് നോക്കിയിട്ടാണ് ഞാൻ അളവെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ ഫ്ലവർ വെച്ച് കൊടുക്കുന്നത് കൈമേലുള്ള വർക്കായിട്ട്. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഒന്ന് അളവെടുക്കുകയാണ്. നമുക്ക് എത്രയാണോ കൈയിന് ടൈറ്റായി നിൽക്കുന്നത് അതിനനുസരിച്ചിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് അളവെടുത്തത്. ഇനി ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇത് മേലെ വെച്ചിട്ട് സൂചിയും നൂലും വെച്ചിട്ടാട്ടോ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. അല്ലാതെ മെഷീന് നമുക്ക് പറ്റുമൊക്കെ ചെയ്യും, പക്ഷേ ഇപ്പം ഒന്നും കൂടെ നല്ലതായിട്ട് എനിക്ക് ഇങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പം നമുക്കിതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ മടക്കി അടിക്കുന്ന അവിടെയല്ല, സെൻറ്ററിൽ വെച്ചിട്ട് ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് നമ്മുടെ ഫ്ലവർ ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്ലവറും കൂടെ വെച്ചിട്ട് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കൈയിൻ്റെ അടിവശത്ത് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈനാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമുക്ക് എത്രയാണോ നമ്മുടെ ഒരു മോതിരത്തിൻ്റെയൊക്കെ പാകം പോലെ നമുക്കൊന്ന് അളവെടുക്കാം. നമ്മൾ റിങ് ഇടുമ്പോൾ നമുക്ക് എത്രയാണ് പാകം നോക്കാറില്ല, അങ്ങനെ ഒന്ന് അളവെടുത്തതിന് ശേഷം അവിടെയും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ലൂസാണെങ്കിൽ നമുക്ക് അത്രയും അങ്ങോട്ട് വൃത്തിയായിട്ട് നിൽക്കില്ല. അതുകൊണ്ട് അളവെടുത്തതിന് ശേഷം അവിടെയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലവർ വെച്ച് കൊടുക്കാം. നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് കാരണം നമ്മുടെ കൈയൊക്കെ കുറച്ച് വലിവൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ചെറിയ സ്റ്റിച്ചിങ്ങൊക്കെ ആണെങ്കിൽ അങ്ങ് പൊട്ടിപ്പോവും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു രൂപത്തിലായിരിക്കും ഇതിൻ്റെ കൈ വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. വേറെയും ഡിസൈൻ ചെയ്യാം, ഞാനിപ്പോൾ ഒരു ഡിസൈൻ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ഡിസൈൻ വരിക. നമുക്ക് വേറെ ക്ലോത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഈ വള്ളി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നല്ല മുത്തുകളൊക്കെ വെച്ചിട്ടൊക്കെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 2 കൈയും അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കൈ ഇട്ടതിന് ശേഷം നമുക്ക് അളവെടുക്കാണിക്കും ഒന്നും കൂടി പെർഫെക്റ്റ്. അത് പിന്നെയും പറയുന്നത്, അല്ലെങ്കിൽ അത്ര അങ്ങ് ലൂസായി നിന്നാൽ നമുക്ക് അത്ര ഭംഗി കിട്ടൂല കൈ. അപ്പം ഇനി ഇത് ഇട്ട ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഞാനിത് ഇട്ടതിന് ശേഷം. അപ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ വൃത്തിയായിട്ട് ടൈറ്റായി നിൽക്കണമെങ്കിൽ നമ്മളിത് ഇട്ടതിന് ശേഷം അളവെടുക്കായിരിക്കും ഒന്നും കൂടി പെർഫെക്റ്റ്. അല്ലാതെ നമ്മൾ വെറുതെ അങ്ങ് അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നുകിൽ നമുക്ക് നല്ല ടൈറ്റായാലും ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് നല്ല ലൂസായി കിടന്നാലും അത്ര വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ കൈ നമുക്ക് ഇട്ടതിന് ശേഷം അളവെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ സ്റ്റിച്ചിങ് പാർട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. സിമ്പിളായിട്ട് ഫോൾഡ് ചെയ്യാൻ മാത്രം ചെയ്യുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്തൊക്കെ നമുക്ക് ഒന്ന് ലുക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അസ്സലാമു അലൈക്കും.